വ്യക്തികളെ പരിഹസിച്ച കഥാപാത്രങ്ങൾ എന്ന പേരിൽ നാം ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. സിനിമയിൽ ഒരു കഥാപാത്രം ഉണ്ടാക്കുമ്പോൾ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ കണ്ട പല വ്യക്തികളിൽ നിന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ടായിരിക്കും ഉണ്ടാക്കുക. അത്തരത്തിലുള്ള ചില കഥാപാത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നും സംസാരിക്കാൻ പോകുന്നത്. ദുൽഖറിന്റെ ഈ അടുത്തിറങ്ങിയൊരു സിനിമയാണ് ലക്കി ഭാസ്കർ. ആ സിനിമയിൽ യഥാർത്ഥത്തിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതം കാണിക്കുന്നുണ്ട്. സിനിമയുടെ എഴുത്തുകാരനും സംവിധായകനും ഒരാൾ തന്നെയാണ്, വെങ്കി അറ്റ്ലൂരി. അദ്ദേഹം സിനിമയിൽ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ കണ്ട ഒരു വ്യക്തിയിൽ നിന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ്. 1992 ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പിന് നേതൃത്വം നൽകിയ ഹർഷദ് മേത്തയാണ് സിനിമയിൽ കാണിക്കുന്നത്. സിനിമയിൽ ആ കഥാപാത്രത്തിന്റെ പേര് ഹർഷ മെഹ്റ എന്ന് മാത്രമാണ് പറയുന്നത്. ഹർഷദ് മേത്തയെ കുറിച്ചുള്ള ഒരുപാട് സിനിമകളും TV സീരീസുകളും വെബ് സീരീസുകളും ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സോണി ലിവിലെ ഏറ്റവും ഫേമസ് ആയ സ്കാം 1992. അഭിഷേക് ബച്ചൻ അഭിനയിച്ച ദ ബിഗ് ബുൾ എന്ന സിനിമയും ഹർഷദ് മേത്തയുടെ കഥയാണ് പറയുന്നത്. 1993 തന്നെ ആംഖെ എന്ന സിനിമയിൽ ഹർഷദ് മേത്തയെ കുറിച്ചുള്ള സംഭവം പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2013 കേരള സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കിയ ഒരു തട്ടിപ്പായിരുന്നു സോളാർ തട്ടിപ്പ്. സോളാർ തട്ടിപ്പ് കേസിൽ സരിത എസ് നായർ അറസ്റ്റിൽ. സോളാർ തട്ടിപ്പ് കേസിൽ അതിലുണ്ടായിരുന്ന യഥാർത്ഥ വ്യക്തികളിൽ നിന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ടുള്ള കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അപൂർവൻ, ചോപ്ര, ബാബുമോൻ എന്നീ സയന്റിസ്റ്റുകളുടെ കഥ പറഞ്ഞ ചിത്രമായിരുന്നു 2014 അക്കു അക്ബർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഉത്സാഹ കമ്മിറ്റി. ആ സിനിമയിലായിരുന്നു സോളാർ തട്ടിപ്പിനെ കുറിച്ച് പറയുന്നത്. സോളാർ തട്ടിപ്പിൽ കുപ്രസിദ്ധി ആർജിച്ച വ്യക്തിയാണ് സരിത എസ് നായർ. എന്നാൽ ആ ഒരു കഥാപാത്രത്തെ സിനിമയിൽ ഹരിത എസ് നായർ എന്ന പേരിലാണ് അവതരിപ്പിച്ചത്. ബിജു രാധാകൃഷ്ണൻ എന്ന വ്യക്തിയെയാണ് ഈ ഒരു കഥാപാത്രത്തിലൂടെ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഏകദേശം സോളാർ തട്ടിപ്പ് പോലെയുള്ള ഒരു തട്ടിപ്പ് സിനിമയിലും കാണിക്കുന്നുണ്ട്. സോളാർ തട്ടിപ്പ് മുഖ്യ സൂത്രധാര ഹരിത നായരും സിജു രാധാകൃഷ്ണനും അറസ്റ്റിൽ. സിനിമ അത്രയ്ക്ക് ഫേമസ് ആയില്ലെങ്കിലും അതിലെ കോമഡികളും മറ്റു മീമുകളും ഏറെ കൾട്ടായി മാറിയിരുന്നു. 1997 തുളസിദാസ് സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് മായപ്പൊന്മാൻ. ആ സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിച്ച ഒരു കഥാപാത്രമുണ്ട്. ഈ ഓണത്തിന് ആ കാസറ്റിന്റെ രണ്ടാം ഭാഗമായ എന്റെ വായിൽ മത്തങ്ങ നിന്റെ വായി ചേന ഞാൻ പുറത്തിറക്കും. പോലീസുകാരനായ സംഗീത സംവിധായകൻ. ആ ഒരു കഥാപാത്രത്തിന്റെ പേര് ബാബു സി കുരുവിള എന്നാണ്. യഥാർത്ഥത്തിൽ പോലീസുകാരനായ ഒരു സംഗീത സംവിധായകനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ടോമിൻ ജെ തച്ചങ്കരി എന്നാണ്. അദ്ദേഹത്തിൽ നിന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ടായിരിക്കാം ജഗദീഷ് ശ്രീകുമാറിന്റെ ഈ ഒരു കഥാപാത്രത്തെ ആ സിനിമയിൽ ഉണ്ടാക്കിയത്. മാന്ത്രിക കുതിര, ബോക്സർ, കുസൃതിക്കാറ്റ് എന്നീ സിനിമകൾക്കെല്ലാം അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. ഇതുപോലെ AR റഹ്മാന്റെ ഗാനത്തിന്റെ മലയാളം വേർഷനും അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ടോമിൻ ജെ തച്ചങ്കരിയിൽ നിന്നും ഇൻസ്പയർ ചെയ്ത കഥാപാത്രമായിരിക്കാം ജഗദീഷ് ശ്രീകുമാറിന്റെ ഈ ഒരു പോലീസ് കഥാപാത്രം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞൊരു സംഭവമായിരുന്നു ബോച്ചെ അനുകരിച്ചുകൊണ്ടുള്ള സെലിം കുമാറിന്റെ ഗോപി കരിമണ്ണൂർ. ദൈവമേ കൈത്തൊഴാം കെ കുമാറാകണമെന്ന അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമയിലായിരുന്നു ആ കഥാപാത്രം. എന്നാൽ അതിനു മുമ്പും മറ്റു മലയാള സിനിമകളിലും ബോച്ചയിൽ നിന്നും ഇൻസ്പയർ ചെയ്ത കഥാപാത്രങ്ങളെ കാണിച്ചിട്ടുണ്ട്. 2014 ദിലീഷ് നായർ സംവിധാനം ചെയ്ത ടമാർ പടാർ എന്ന സിനിമയിൽ അത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട്. ശാസ്ത്ര പരീക്ഷണങ്ങളിൽ നിന്നും പാവപ്പെട്ട ഗിനിപ്പന്നികളെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഓട്ടം തുടങ്ങിയ സിബി കരിമണ്ണൂരിനെ തിരുവനന്തപുരം സ്വാഗതം ചെയ്യുകയാണ്. ദിലീഷ് പോത്തൻ അവതരിപ്പിച്ച ആ ഒരു കഥാപാത്രത്തിന്റെ പേര് സിബി കരിമണ്ണൂർ എന്നാണ്. ബോബി ചെമ്മണ്ണൂരിൽ നിന്നും ഇൻസ്പയർ ചെയ്തുണ്ടാക്കിയ ഒരു കഥാപാത്രമാണിത്. 2016 VKP സംവിധാനം ചെയ്ത ചിത്രമാണ് മരുഭൂമിയിലെ ആന. ആ ഒരു സിനിമയിൽ ജയരാജ് വാര്യരാണ് ബോബി ചെമ്മണ്ണൂരിൽ നിന്നും ഇൻസ്പയർ ചെയ്ത കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ജ്വല്ലറി ഓണറായ ആ കഥാപാത്രത്തിന് നൽകിയ പേര് പൊറിഞ്ചു എന്നായിരുന്നു. മലയാളത്തിലെ രാഷ്ട്രീയ സിനിമകളിൽ കേരളത്തിൽ യഥാർത്ഥത്തിൽ നടന്ന ചില രാഷ്ട്രീയ സംഭവങ്ങളെയും വ്യക്തികളെയും കാണിക്കാറുണ്ട്. പക്ഷെ എല്ലാം തന്നെ അങ്ങനെ തന്നെ എടുത്ത് കാണിക്കാറില്ല. അതിന്റെ കൂടെ ഫിക്ഷൻ കൂടി ചേർക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളുടെ യഥാർത്ഥ പേരൊന്നും ഉപയോഗിക്കാറില്ലെങ്കിലും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇതാരെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അത്തരത്തിലുള്ള ചില സിനിമകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. 2006 CPK തോമസ്, ഉദയകൃഷ്ണ എന്നിവർ എഴുതി ജോഷി സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് ലയൺ. രാഷ്ട്രീയക്കാരായ ഒരു അച്ഛന്റെയും മകന്റെയും കഥയാണ് ചിത്രം പറയുന്നത്. വിദ്യാർത്ഥികളെ പോലീസ് മൃഗീയമായി മർദ്ദിച്ചു. ദിലീപും കലാശാല ബാബുമായിരുന്നു ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ദിലീപിന്റെ കഥാപാത്രത്തിന്റെ പേര് B കൃഷ്ണകുമാർ എന്നും
കലാശാല ബാബു അവതരിപ്പിച്ച അച്ഛൻ കഥാപാത്രത്തിന്റെ പേര് ബാലഗംഗാധര മേനോൻ എന്നുമാണ്. ഈ കഥാപാത്രങ്ങളുടെ പേരിൽ തന്നെ കേരളത്തിൽ യഥാർത്ഥത്തിലുള്ള അച്ഛനും മകനുമായ രാഷ്ട്രീയക്കാരുടെ പേരുമായി സാമ്യമുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥി പി കൃഷ്ണകുമാർ വിജയിച്ചിരിക്കുന്നു. ഉയർന്ന ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ പത്തനാപുരത്ത് നിന്നുള്ള കെ ബി ഗണേഷ് കുമാറിന്റെ വിജയം. ബി കൃഷ്ണകുമാർ എന്നത് ബി ഗണേഷ് കുമാറും ബാലഗംഗാധരൻ മേനോൻ എന്നത് ബാലകൃഷ്ണ പിള്ള എന്നുമാക്കിയാൽ മാത്രം മതി. കഥ മുഴുവനായിട്ടും ഫിക്ഷൻ ആണെങ്കിലും ഈ രണ്ട് കഥാപാത്ര സൃഷ്ടികളും അവരിൽ നിന്നും ഇൻസ്പയർ ചെയ്തതായിരിക്കാം. സിനിമയിലെ ചില സംഭവങ്ങൾക്ക് അവരുടെ ജീവിതവുമായി സാമ്യമുണ്ട് താനും. അതുപോലെ തന്നെ സിനിമയിൽ ഇന്നസെന്റ് അവതരിപ്പിച്ച ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായ തൊമ്മൻ ചാക്കോ ഉമ്മൻചാണ്ടിയിൽ നിന്നും ഇൻസ്പയർ ചെയ്തൊരു കഥാപാത്രമാണത്. പുതുശ്ശേരി മണ്ഡലത്തിൽ KDF സ്ഥാനാർത്ഥി തൊമ്മൻ ചാക്കോ 4000 വോട്ടുകൾക്ക് വിജയിച്ചു. അവരുടെ ജീവിതമല്ലാതെ സിനിമയിൽ മറ്റൊരു യഥാർത്ഥ സംഭവം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അത് കണ്ണൂരിൽ നടന്ന ഒരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു. സിനിമയിൽ ഷൈജു കുറുപ്പ് അവതരിപ്പിച്ച പ്രസാദ് എന്ന കഥാപാത്രത്തെ ക്ലാസ് മുറിയിൽ വെച്ച് കുട്ടികളുടെ മുമ്പിൽ വെച്ച് കൊടുക്കുന്ന രംഗമുണ്ട്. യഥാർത്ഥത്തിൽ കണ്ണൂരിൽ നടന്ന ഒരു സംഭവത്തെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. 1999 BJP നേതാവായിരുന്ന KT ജയകൃഷ്ണൻ എന്ന അധ്യാപകനെ ക്ലാസ് മുറിയിൽ വെച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് CPM പ്രവർത്തകർ കൊലപ്പെടുത്തിയ സംഭവത്തെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ആ സിനിമയിൽ അത്തരത്തിലുള്ള രംഗം കാണിച്ചത്. 2013 മുരളി ഗോപി എഴുതി അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത രാഷ്ട്രീയ സിനിമയാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ആ സിനിമയിലും യഥാർത്ഥത്തിലുള്ള ഒരുപാട് രാഷ്ട്രീയ സംഭവങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഫിക്ഷൻ ആണെങ്കിലും യഥാർത്ഥത്തിലുള്ള ചില വ്യക്തികളുമായി സാമ്യം തോന്നിയേക്കാം. അതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു ഹരീഷ് പേരടി അവതരിപ്പിച്ച കൈതേരി സഹദേവൻ. പിണറായി വിജയനുമായിട്ടാണ് ആ കഥാപാത്രത്തിന് സാമ്യം നൽകിയത്. ചാത്തൂന്റെ അമ്പൂന്റെ കണ്ണുന്നൊരിറ്റ് കണ്ണീര് പോലും വന്നിട്ടില്ല. എന്താ കാരണം? ഓർക്കന്ന് ചാരി പിടിച്ചു നിൽക്കാൻ ഓറന്ന വരമ്പത്ത് കുഴിച്ചിട്ട് ഒരു ചെങ്കുടീന്റെ കാലുണ്ടേനി. സംസാര ശൈലിയും ലാവ്ലിൻ കേസും എല്ലാം തന്നെ ആ സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട്. വർഗീയ രാഷ്ട്രീയ പാർട്ടിക്കാരാൽ ആക്രമിക്കപ്പെട്ട് ശാരീരിക പ്രശ്നങ്ങളുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടാണ് മുരളി ഗോപി അവതരിപ്പിച്ച ചെഗുവേര റോയ് എന്ന കഥാപാത്രത്തെ സിനിമയിൽ കാണിക്കുന്നത്. വർഗീയതയുടെ പൊരിവെയിലത്ത് പാവങ്ങൾക്ക് തണലേകുന്ന ചില കൽപ്പവൃക്ഷങ്ങളുണ്ട് ഈ മണ്ണിൽ. അവയ്ക്ക് വളമാകാനാണ് കമ്മ്യൂണിസ്റ്റിന്റെ ചോര. അത്തരത്തിലുള്ള ഒരു യഥാർത്ഥ വ്യക്തിയാണ് കണ്ണൂരിലെ പി ജയരാജൻ. BJP-കാരാൽ ആക്രമിക്കപ്പെടുകയും അതിന്റെ പ്രശ്നങ്ങൾ അദ്ദേഹം ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയിൽ നിന്നുമായിരിക്കാം ഈ ഒരു കഥാപാത്രം ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. സിനിമയിൽ വിജയരാഘവൻ അവതരിപ്പിച്ച മുഖ്യമന്ത്രിയുടെ കഥാപാത്രം VS അച്യുതാനന്ദനുമായി ഏറെ സാമ്യമുള്ളതാണ്. സഹദേവൻ പറയുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും ഉത്തരം പറയാൻ ഞാൻ ആളല്ല. മുരളി ഗോപി എഴുതിയ മറ്റൊരു പൊളിറ്റിക്കൽ ചിത്രമാണ് ലൂസിഫർ. ആ സിനിമയിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചില യഥാർത്ഥ വ്യക്തികളെ നമുക്ക് കാണാം. പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധിയെ തന്നെ. ടൊവിനോ തോമസ് അവതരിപ്പിച്ച ജിതിൻ രാംദാസ് എന്ന കഥാപാത്രമാണ് രാഹുൽ ഗാന്ധിയിൽ നിന്നും ഇൻസ്പയർ ചെയ്തത്. മുണ്ടെടുക്കാൻ അറിയാതെ, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ PK രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ മഞ്ജു വാര്യർ അവതരിപ്പിച്ച കഥാപാത്രം പ്രിയങ്ക ഗാന്ധിയുമായിരിക്കാം. ഇന്ദിരാഗാന്ധിയുടെ യഥാർത്ഥ പേരായ പ്രിയദർശിനി എന്ന പേരാണ് മഞ്ജു വാര്യരുടെ കഥാപാത്രം പക്ഷെ നൽകിയത്. മഞ്ജു വാര്യരുടെ ഭർത്താവായി കാണിക്കുന്നത് ബിസിനസ് ടൈക്കൂണായ ബോബിയെയാണ്. യഥാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് ഒരു ബിസിനസ്സുകാരനാണ്. റോബർട്ട് വധേര എന്നാണ് പേര്. ചിലപ്പോൾ അദ്ദേഹത്തിൽ നിന്നായിരിക്കാം ആ ഒരു കഥാപാത്രത്തിന്റെ പേര് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. ആ ഒരു ലുക്ക് തന്നെയാണ് വിവേക് ഒബ്രയുടെ കഥാപാത്രത്തിനും നൽകിയത്. സിനിമ മുഴുവനായിട്ടും ഫിക്ഷൻ ആണെങ്കിലും എബ്രഹാം ഖുറേഷി എന്ന കഥാപാത്രം ചിലപ്പോൾ ദാവൂദ് ഇബ്രാഹിം ആയിരിക്കാം ഉദ്ദേശിച്ചത്. 2006 K മധു സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ചിത്രമാണ് പതാക. ആ സിനിമയിൽ ഷീല അവതരിപ്പിച്ച ഒരു കഥാപാത്രമായിരുന്നു ഇത്. ജനസേവനത്തിന്റെ വേദപുസ്തകം കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ പൊളിറ്റിക്സിലോട്ടാണ് അവൻ ഇറങ്ങിയത്. ഈ ഒരു ലുക്ക് കണ്ടാൽ തന്നെ അറിയാം ആ ഒരു കഥാപാത്രത്തിന്റെ ലുക്ക് ഇന്ദിരാഗാന്ധിയിൽ നിന്നും ഇൻസ്പയർ ചെയ്തതാണ്. എലിസബത്ത് മാമൻ എന്നാണ് കഥാപാത്രത്തിന് പേര് നൽകിയത്. ഇതുപോലെ യഥാർത്ഥ വ്യക്തികളിൽ നിന്നും ഇൻസ്പയർ ചെയ്തുണ്ടാക്കിയ കഥാപാത്രങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.